റിയലി ലവ് യു. പ്ലീസ്. Thank you, Naveen. എടോ, താനെന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്നെ വിളിച്ചതല്ലേ? ഈ പൂവെടുത്ത് കൈനീട്ടി വിളിച്ചതല്ലേ? എടോ, താൻ എന്ത് വേഷം കെട്ടാടോ ഈ കാണിക്കുന്നത്? അല്ല സാർ, തന്നോട് ഞാനൊരു പ്രൊജക്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നില്ലേ? അത് ഇതുവരെ മേശപ്പുറത്തെത്തിയില്ലല്ലോ. സ്റ്റാഫിന്റെ സാലറിയുടെ ഹൈക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എവിടെ? എടോ, എന്തിനോടോ താൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഒരു കോമൺ സെൻസ് ഇല്ല തനിക്ക്? ഉണ്ട് സാറേ, എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് സാറിന്റെ ഈ ദേഷ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എന്നെ സാറേ, രണ്ടു പേര് തമ്മിൽ കാണുന്നതും പ്രേമിക്കുന്നതും പ്രണയത്തിന്റെ ആദ്യ ഘട്ടമാ. രണ്ടാമത്തെ ഘട്ടം എന്താണെന്നറിയോ? പരിസരം പോലും മറന്ന് ഒരാള് മറ്റൊരാളെ നനച്ച് ഒരേ ഇരിപ്പാ. ദേ സാറിപ്പോ ഇരുന്ന പോലെ. അടുത്ത ഘട്ടമുണ്ട്. ഓ, അത് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്നുള്ളതാ. സാറേ, ഇപ്പൊ അതിലേക്കുള്ള യാത്രയിലാ സാറ്. സാറിനിപ്പോ പ്രൊജക്ട് റിപ്പോർട്ടും ആവശ്യമില്ല, ലാഭക്കണക്കും വേണ്ട. സാറിന്റെ മനസ്സിലേ ഇപ്പൊ ഒരൊറ്റ പേരേ ഉള്ളൂ, ഗാഥ. ഗാഥ. അതേടോ മാണിക്കുഞ്ഞെ, ഏത് നിമിഷവും കണക്കുകൾ മാത്രം ഉണ്ടായിരുന്ന എന്റെ തലച്ചോറിൽ അതൊക്കെ അവധിയെടുത്ത് പോയടോ. പകരം ഒഴുകി നടക്കുന്നത് മുഴുവൻ അവളുടെ രൂപമാ, അവളുടെ ശബ്ദമാ, അവളുടെ ചിരിയാ. എന്റെ പൊന്നു സാറേ, സത്യത്തില് സാർ ഒരു വിശ്വാമിത്രനായിരുന്നു. ഇളകാത്ത മനസ്സിന്റെ ഉടമ. പക്ഷേ പ്രണയത്തിന്റെ കനലുമായി ഗാഥാമാടം മന്ദം മന്ദം ആ കനല് സാറിന്റെ മനസ്സിലേക്ക് കോരിയിട്ടു. സാറ് ഫ്ലാറ്റ്. സത്യം പറ സാറേ, ഇപ്പോ സാറിന്റെ മനസ്സിന് ഒരു സുഖമൊക്കെ തോന്നുന്നില്ലേ? ഉണ്ടടോ മാണിക്കുഞ്ഞെ, ബിസിനസിന്റെ ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ. പക്ഷേ സാറേ, കുറച്ചുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ ലേഡി സ്റ്റാഫൊക്കെ ഇങ്ങോട്ട് വരും. എന്റെ അടുത്ത് നീട്ടിയതുപോലെ അവർക്കൊന്നും പൂ നീട്ടിയേക്കല്ലേ സാറേ, പണിയാവും. ബോർഡോടുന്നു. എന്നാ പിന്നെ ഞാൻ പോയി പ്രൊജക്ട് റിപ്പോർട്ട് എടുത്തോണ്ട് വരാം. ആ കാര്യം താൻ തന്നെ അങ്ങ് ചെയ്താൽ മതി. എനിക്കിവിടെ വേറെ ഇഷ്ടം പോലെ ജോലിയുണ്ട്. ആ ജോലി എനിക്ക് മനസ്സിലായി. നടക്കട്ടെ സാറേ. എന്റെ സാർ ഒരു പച്ചയായ മനുഷ്യനായിരിക്കണം, അത് മതി.